നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 150-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പത്മഭൂഷൺ പർവീണ സുൽത്താനെക്കുറിച്ചിട്ടാണ്. അവരെ ഞാൻ കണ്ടുമുട്ടുന്നത് 1988 സൂര്യ ഫെസ്റ്റിവൽ വെച്ചിട്ടാണ്. കച്ചേരിയെല്ലാം കഴിഞ്ഞ് അവരുമായി സംവേദിക്കുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായി സംസാരിക്കുമ്പോൾ വിയർത്ത് കുളിച്ച് വളരെ പ്രയാസത്തോടുകൂടിയാണ് സംസാരിച്ചത്. ഒരു 15 മിനിറ്റ് സംസാരിച്ച് കാണും. രാഗവിസ്താരവും സെനറ്റ് ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ അവരും അവരുടെ ഭർത്താവും ചേർന്ന് പാടുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടും. അത്ര സുന്ദരമാണ് അവരുടെ ഭജൻസും ഡിംറിയും ഒക്കെ. അത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ കേട്ട് ആസ്വദിക്കണം. ഞാൻ അവരോട് ചോദിച്ച ചുരുക്കം ചില ചോദ്യങ്ങളിൽ ഒന്ന് ഇതാണ്: ഒരു ഓഡിയൻസുമായി സംവേദിക്കുമ്പോൾ, ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ ഒരു കച്ചേരി നടത്തുമ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഓരോ കാലങ്ങളിൽ, ഓരോ നേരങ്ങളിൽ, ഓരോ ഇടങ്ങളിൽ പാടുമ്പോൾ അവിടുത്തെ ഓഡിയൻസ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുക എന്ന് പറയുവതല്ല. ഈ സൂര്യയുടെ ഫെസ്റ്റിവലിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. ഇത്രയും മികച്ചൊരു ഓഡിയൻസ്, ഇത്രയും മികച്ച ഒരു ആസ്വാദന തലത്തിലുള്ള ജനങ്ങൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തമാശ വേണ പറഞ്ഞു, അതൊരു പുകഴ്ത്തലാണോ അതോ വാസ്തവമാണോ? അല്ല, സത്യസന്ധമായി പറഞ്ഞതാണ്. ഇവിടെയുള്ള ഓരോ ആസ്വാദകരും കേൾവിക്കാരുമെല്ലാം ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കുകയും ആസ്വാദ്യ തലങ്ങളിൽ ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ പാടുമ്പോൾ സ്വാഭാവികമായും മാനസികമായും വളരെയധികം ടെൻഷൻസ് അനുഭവിക്കാറുണ്ട്. നോക്കൂ, ഞാൻ ഈ കച്ചേരി കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വിയർത്ത് കുളിച്ച് ഇങ്ങനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ എൻ്റെ സ്വരം മറ്റുള്ള മുന്നിൽ കേൾപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന മാനസികമായ ഉത്കണ്ഠ, മാനസികമായ പ്രയാസങ്ങൾ എത്രമാത്രമായിരിക്കും എന്ന് പറഞ്ഞ് അവർ ചിരിച്ചു. അവരുടെ സംഗീതത്തെക്കുറിച്ചും അവരെക്കുറിച്ചും വിശദമായി ഞാൻ കുറിച്ചിട്ടുണ്ടെങ്കിലും 1950 ജൂലൈ 10 ആസാമിലെ നാഗോൺ ജില്ലയിൽ ജനനം. ഖയാൽ, ഡുംറി, ഭജൻ എന്നീ രൂപങ്ങളിൽ പർവീണ കച്ചേരികൾ നടത്തിവരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, ഗന്ധർവ കലാനിധി, നിരവധി പുരസ്കാരങ്ങൾ നേടി. അവരുടെ ആലാപന ശൈലി, ആലാപന മികവ് നമ്മളെ ഹഠാതാകർഷിക്കും. അതിന് ഹിന്ദുസ്ഥാനി പഠിക്കണമെന്നൊന്നുമില്ല. ഏത് കീർത്തനങ്ങളും, ഏത് രാഗങ്ങളും, ഏത് പാട്ടുകളും, ഏത് ഭാഷയായാലും അത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അതിനൊരു ആസ്വാദ്യ തലമുണ്ട്. ആ തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും കുളിർമയുമേകും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനുശേഷം വിദേശത്ത് വെച്ചിട്ടാണ് അവിടെ ഒരു കച്ചേരി ഞാൻ കേൾക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം.
മിഡിൽ ഈസ്റ്റിൽ അവിടെ ഒരു കച്ചേരി നടക്കുമ്പോൾ അവിടെയും ഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാനിടയുണ്ടായി. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അന്നും അവരെ കാണാൻ സ്റ്റേജിൽ കയറി ഞാൻ ശരവൺ മഹേശ്വറാണ് എന്ന് പറഞ്ഞപ്പോൾ 10-20 കൊല്ലം പുറകിലോട്ട് പോയെങ്കിലും അവർ ഓർത്തെടുത്ത് പറഞ്ഞു, സെൻറ്റ് ഹാളിൽ വെച്ചിട്ട് സൂര്യയുടെ പ്രോഗ്രാമിൽ കണ്ട ആളല്ലേ. ഞാൻ അതിശയിച്ചു ഈ സത്യത്തിൽ 20-25 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കാണുന്നതെങ്കിലും ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ പേരും എന്നെയും ഓർത്തെടുത്തത്? അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഇതാണ്: എത്രയോ കച്ചേരികളിലും എത്രയോ രാജ്യങ്ങളിലുമൊക്കെ എൻ്റെ സംഗീത കച്ചേരി നടത്തിയിട്ടുണ്ടെങ്കിലും സൂര്യയുടെ പ്രോഗ്രാമിൽ വന്നു പോയത് എങ്ങനെ മറക്കാനാകും? അതുമല്ല, പ്രോഗ്രാം കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ സ്റ്റേജിൽ കയറി വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് എനിക്കെന്നും മറക്കാൻ കഴിയില്ല. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മറ്റൊരാളെ കൊണ്ട് തണുത്ത ജ്യൂസ് വാങ്ങിക്കൊണ്ട് തന്നതും 10-15 മിനിറ്റ് നേരം ഞാനും എൻ്റെ ഭർത്താവിനോട് നിങ്ങൾ സംസാരിച്ചതും ഒക്കെ എങ്ങനെ മറക്കാനാണ്, പ്രത്യേകിച്ച് ഹിന്ദിയിൽ. അതാണ് ഞാൻ നിങ്ങളെ ഓർക്കാൻ കാര്യം. നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചോദിച്ചു, നന്നായി. നാട്ടിലായാലും വിദേശത്തായാലും എൻ്റെ കച്ചേരി കേൾക്കാൻ വന്നു എന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അങ്ങനെ ഒരു 6-7 മിനിറ്റ് സംസാരിച്ച ശേഷം അവർ മടങ്ങുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, കാലം ഇനിയും ഒരുപാട് കുതിക്കും. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കാം. പക്ഷേ എൻ്റെ സംഗീതം, എൻ്റെ ആലാപനം, എൻ്റെ പാട്ടുകൾ നിങ്ങൾ ഓർക്കുമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ഫംഗ്ഷനിൽ വരാനും പങ്കെടുക്കാനും മാഡത്തിനെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത്. പിന്നീട് അവർ 1-2 കാര്യങ്ങൾ കുടുംബപരമായി പറഞ്ഞു. എത്രയോ കാലത്തെ പ്രയത്നമാണ് ഇന്ന് ഞാൻ ഇവിടെ ഓരോ സ്ഥലത്തും കച്ചേരി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഖയാൽ ഒക്കെ പാടുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് ആലപിക്കുന്നത്. അതെങ്ങനെ മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് ഇത്. അവർ തന്നെ മുൻകൈയെടുത്ത് ഫോട്ടോ എടുക്കുന്നവരെ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം വലിയൊരു എഴുത്തുകാരനും കേരളക്കാരനും ഒക്കെയാണ്, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർമാർ അവിടെ നോക്കി നിന്ന് ചിരിച്ചു. നേരത്തെ പരിചയമുണ്ടോ മാഡത്തിന് ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, അതേക്കുറിച്ചിട്ടൊക്കെ പിന്നീട് സംസാരിക്കാം, ഞാനിപ്പോൾ ക്ഷീണിതയാണ്, ഞങ്ങളുടെ 1-2 ഫോട്ടോസ് എടുക്കൂ എന്ന് പറഞ്ഞ് 3-4 ഫോട്ടോകൾ എടുത്തു. തൊടുകൈയോടെ അവർ ഉള്ളിലേക്ക് പോയപ്പോൾ എനിക്കും തിരക്കുണ്ടായിരുന്നു. തിരിച്ച് ജോലി സ്ഥലത്തെത്തേണ്ടതുണ്ട്. അങ്ങനെ അവരെ കണ്ട് അവരുടെ കച്ചേരി കേട്ട് മടങ്ങുമ്പോൾ ഇന്നും ആ ധന്യമായ മുഹൂർത്തം 2-2.5 മണിക്കൂർ ഒരു മാസ്മരികമായ ആലാപനത്തിലൂടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച ആ വലിയ കലാകാരിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.